ഇന്ത്യൻ സിനിമയിലെ റിലീസിംഗ് ട്രെൻഡിൽ പല ഭാഷകളിൽ നിന്നും ചിത്രങ്ങൾ എത്താറുണ്ട്. എന്നാൽ ഒറിജിനൽ റിലീസിന്റെ സമയത്ത് വിജയിച്ച ചിത്രങ്ങളാണ് മിക്കവാറും റിലീസ് ചെയ്യാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒറിജിനൽ റിലീസ് സമയത്ത് പരാജയപ്പെട്ട ചിത്രങ്ങളും റിലീസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് സമീപകാലത്ത് മലയാളത്തിൽ റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം ദേവദൂതൻ. സിബി മലയിൽ സ്വന്തം സിനിമാ ജീവിതത്തിൽ ഏറ്റവും വീർപ്പൊഴുക്കി ഒരുക്കിയ ചിത്രം. അതിന്റെ സംഗീതം കൊണ്ട് അന്നേ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ വേറിട്ട രീതിയിലുള്ള കഥപറച്ചിലുമായി എത്തിയ ചിത്രത്തെ പ്രേക്ഷകർ ആദ്യ ദിനം തന്നെ കൈയൊഴിഞ്ഞു. എന്നാൽ രണ്ടാം വരവിൽ ചിത്രം വരുമ്പോൾ കോടിക്ലബ്ബൊന്നും തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്നും തങ്ങളുടെ എഫേർട്ട് തിരിച്ചറിയണമെന്നേ ഉള്ളുവെന്നും നിർമ്മാതാവ് സിയാദ് കോക്കർ പറഞ്ഞു. എന്നാൽ രണ്ടാം വരവിൽ സിനിമാ പ്രേമികൾ ചിത്രത്തെ സ്നേഹം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. ജൂലൈ 26-നായിരുന്നു ദേവദൂതൻ റിലീസ് ചെയ്തത്. ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ ഫോറപ്പ് റീൽസിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം ഇതിനോടകം നേടിയത് 4 കോടിക്ക് മുകളിലാണ്. മറ്റ് വിദേശ മാർക്കറ്റുകളിലെ കളക്ഷനും ചേർത്ത് ആകെ ആഗോള കളക്ഷൻ 5.2 കോടി. ഒരു റിലീസ് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മികച്ച ഒരു കളക്ഷനാണ്. മാത്രവുമല്ല മലയാളത്തിൽ റെക്കോർഡുമാണ്. വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞനെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. അതിനാൽ തന്നെ സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രമാണ് ദേവദൂതൻ. ജയപ്രദ, ജനാർദ്ദനൻ, മുരളി, വിനീത്, ജഗദീഷ്, ലെന, വിജയലക്ഷ്മി, ശരത് തുടങ്ങി നിരവധി താരങ്ങൾ മോഹൻലാലിനൊപ്പം ചിത്രത്തിൽ അണിനിരന്നിരുന്നു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈ സ്റ്റുഡിയോസിന്റെ നേതൃത്വത്തിലാണ് ചിത്രം 4K നിലവാരത്തിലേക്ക് റീമാസ്റ്റർ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോഴത്തെ ചിത്രത്തിന് അസാധാരണമായ വിജയം സമ്മാനിച്ച പ്രേക്ഷകരോട് നന്ദി പറഞ്ഞെത്തിയിരിക്കുകയാണ് മോഹൻലാൽ. അതോടൊപ്പം അതിവിസ്മയകരമായ ഒരു തിയേറ്റർ അനുഭവം സാധ്യമാക്കിയ ദേവദൂതന്റെ അണിയറ ശില്പികളെ അഭിനന്ദിക്കാനും അദ്ദേഹം മറന്നില്ല. നിങ്ങൾ ഈ ചിത്രം വീണ്ടും തിയേറ്ററിൽ കണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.